അലീനയുടെ മുൻപിൽ കൈകൂപ്പി സ്റ്റാലിൻ. അങ്ങനെ നാളെയാണെങ്കിൽ നമ്മുടെ സ്റ്റാലിനാണെങ്കിൽ അലീനയെ കാണുകയാണ്. എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ ബാലചന്ദ്രനോട് പറയുന്നുണ്ട് താനിതാ വരാനായിട്ട് പോവുകയാണ് എന്ന്. അലീന അനാഥാലയത്തിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ ബാലചന്ദ്രനാണെങ്കിൽ അലീനയെ തടയുകയാണ് എന്ന് കാണാൻ കഴിയും. നമുക്ക് ഒരുമിച്ച് തന്നെ പോയി എല്ലാം പർച്ചേസ് ചെയ്ത് മേടിക്കുകയൊക്കെ ചെയ്യാം. ഇപ്പോൾ നീ തൽക്കാലം പോകേണ്ട, നമുക്ക് നാളെ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സ്റ്റാലിൻ വരുന്ന കാരണം അലീനയെ പിടിച്ചു നിർത്തുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയം അലീനയ്ക്ക് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് തന്നോട് പോവേണ്ട എന്ന് പറഞ്ഞതെന്ന്. അങ്ങനെയിരിക്കെ നമ്മുടെ സ്റ്റാലിനാണെങ്കിൽ കടപ്പാട്ടൂർ വീട്ടിലേക്ക് വന്നെത്തുന്നുണ്ട്. സ്റ്റാലിന് കൃത്യമായ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ബാലചന്ദ്രൻ അയച്ചു കൊടുക്കുന്നുണ്ട് എന്ന് സാരം. ഇതേ സമയമാണെങ്കിൽ ആരാച്ചാ വന്നിരിക്കുന്നതെന്ന് അലീന ചോദിക്കുന്നുണ്ട്. എൻ്റെ ഒരു ഗസ്റ്റ് വരുന്നുണ്ട് എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ പുറത്തിറങ്ങി നിൽക്കുന്ന ആ സമയം തന്നെ സ്റ്റാൻലി ജോസഫ് വന്നെത്തുന്ന കാഴ്ച കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാലിനെ സ്വീകരിക്കുകയാണ് ബാലചന്ദ്രൻ. ഇതാണ് എൻ്റെ വീട് എന്ന് പറഞ്ഞുകൊണ്ട്. ഇതേ സമയം സ്റ്റാലിനാണെങ്കിൽ മിസ്റ്റർ ബാലചന്ദ്രൻ, നിങ്ങൾ പറഞ്ഞതൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. എനിക്കാദ്യം ആ പെൺകുട്ടിയെ ഒന്ന് കാണണം, അതിന് ശേഷം എന്തെങ്കിലും തീരുമാനിക്കാനായിട്ട് കഴിയൂ എന്ന് പറയുന്നു. ഇതേ സമയം നിങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. ഞാൻ നിങ്ങളെ ഒരിക്കലും, അതായത് അവളെ നിങ്ങളുടെ തലയിൽ ഒരിക്കലും കെട്ടിവെക്കാനായിട്ട് ശ്രമിക്കുന്നില്ല, നോക്കുന്നില്ല എന്ന് ബാലചന്ദ്രൻ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ്റെ വാക്ക് പ്രകാരം, പറച്ചിൽ പ്രകാരം സ്റ്റാൻലി വീടിനകത്തേക്ക് പ്രവേശിക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. വീടിനകത്തേക്ക് പ്രവേശിച്ച് സ്റ്റാലിനാണെങ്കിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ സമയം അലീന സ്റ്റാലിൻ്റെ മുൻപിലേക്ക് വരുന്നു. പെട്ടെന്ന് തന്നെ അലീനയെ കണ്ടതും സ്റ്റാലിന് തൻ്റെ അമ്മയെ ഓർമ്മ വരുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അലീനയെ അമ്മയുടെ മുഖഛായയായി സ്റ്റാലിൻ ഓർത്തെടുക്കുന്നുണ്ട്. അലീന ഇന്ന സാർ ചായ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കൊടുക്കുമ്പോൾ ചായ എടുക്കാതെ അലീനയുടെ മുഖത്ത് തന്നെ നോക്കി നിൽക്കുകയാണ് സ്റ്റാലിൻ. ഇതേ സമയമാണെങ്കിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ട ബാലചന്ദ്രനാണെങ്കിൽ, അതെ സ്റ്റാലിൻ, നിങ്ങൾ ചായ കുടിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സ്റ്റാലിന് ചായ കൊടുക്കുന്നുണ്ട്. ഇതേ സമയം അലീന അവിടെ ആ പാത്രം കൊണ്ട് വയ്ക്കാനായിട്ട്, ട്രേ കൊണ്ട് വയ്ക്കാനായിട്ട് പോകുന്ന സമയം ബാലചന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ട് നമ്മുടെ സ്റ്റാലിൻ, അതായത് നിങ്ങൾ എന്നെ ഫൂളാക്കാനായിട്ടും എൻ്റെ സ്വത്തിന് വേണ്ടിയുമാണ് ഇങ്ങനെ ചെയ്തതെന്നത് എന്ന് അച്ഛൻ പറഞ്ഞു. ഞാനും അങ്ങനെ കരുതി. പക്ഷേ സത്യം എനിക്കിപ്പോഴാണ് മനസ്സിലായത്. എന്തായാലും അവൾ എൻ്റെ മകൾ തന്നെയാണ്. എനിക്കത് പൂർണ്ണ ബോധ്യമായിരിക്കുകയാണ്. അവൾക്കുള്ളത് എൻ്റെ അമ്മയുടെ മുഖഛായയാണ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ എൻ്റെ അമ്മയെ കണ്ട ഒരു ഫീലാണ് എനിക്ക് അവളിൽ കണ്ടപ്പോൾ തന്നെ തോന്നിയത് എന്ന് പറയുമ്പോൾ ബാലചന്ദ്രന് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകുന്നു. ഇനി അധികം തെളിവൊന്നും ശേഖരിക്കേണ്ടി വരില്ല എന്ന് ബാലചന്ദ്രൻ ആലോചിക്കുന്നു, ഓർത്തെടുക്കുന്നു. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാലിനാണെങ്കിൽ ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, അലീനയെ ഞാൻ തന്നെ കൊണ്ടുപോയിക്കോളാമെന്ന്. അവളെ ഞാൻ നോക്കിക്കോളാം, എൻ്റെ മകളായിട്ട് ഞാൻ അവളെ ഏറ്റെടുത്തുകൊള്ളാമെന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയം ബാലചന്ദ്രന് വളരെയധികം സന്തോഷമാകുന്നു. ഒടുവിൽ അലീനയോട് കാര്യങ്ങൾ കുറച്ചൊക്കെ മനസ്സിലാക്കാനായിട്ട് സ്റ്റാൻലി ജോസഫ് ശ്രമിക്കുന്നുണ്ട് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അലീന മനസ്സ് തുറക്കുകയാണ് എന്നും കാണാം. ഇതിനുള്ളിൽ നമ്മുടെ സ്റ്റാൻലി അലീനയുടെ മുൻപിൽ കൈകൂപ്പി നിൽക്കുന്നുണ്ട്. മോളുടെ ജീവിത കഥ കണ്ടിട്ട് എനിക്ക് തന്നെ സങ്കടം പാടില്ല, മോളെ ഞാൻ നമിച്ചു എന്നൊക്കെയാണ് സ്റ്റാലിൻ പറയുന്നത്. അപ്പോഴൊന്നും സത്യം പറയുന്നില്ല. അങ്ങനെ സ്റ്റാലിനും ബാലചന്ദ്രനും സംസാരിച്ചതിന് ശേഷം പടിയിറങ്ങി പോവുകയാണ്. സ്റ്റാലിൻ, നിങ്ങൾ അലീനയെ കൊണ്ടുപോകുന്നുണ്ടോ എന്നൊരു ചോദ്യം ബാലചന്ദ്രൻ വീണ്ടും ആവർത്തിക്കുന്നു. അപ്പോഴാണെങ്കിൽ സ്റ്റാലിൻ പറയുന്നുണ്ട്, ഞാൻ അത്ര മനുഷ്യത്വമില്ലാത്ത ആളൊന്നുമല്ല മിസ്റ്റർ ബാലചന്ദ്രൻ. എനിക്ക് എൻ്റെ മകളെ തീർച്ചയായും വേണം. അവളെയും കൊണ്ട് തീർച്ചയായിട്ടും ഞാൻ പോകുമെന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അലീനയുടെ കാര്യം ഏതാണ്ട് തീരുമാനമായിരിക്കുകയാണ്.
അലീന അച്ഛൻ്റെ കൂടെ എന്തായാലും പോകുമെന്നുള്ളതും ഒരു വാസ്തവം തന്നെയാണ്. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ, പ്രേക്ഷകരെ. വീഡിയോ ഫുള്ളായിട്ട് കാണാനും ശ്രദ്ധിക്കണേ.